രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ, പാണ്ഡിത്യമില്ല, ദീനില്ല, വിവരമില്ല, യോഗ്യതയില്ല. ആ മനുഷ്യൻ അന്ന് കാണിച്ച ആ ഒരു കുറച്ചു നേരത്തെ കുസൃതി അതല്ലല്ലോ നമുക്ക് മാതൃക. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ അയ്യൂബ് അൻസാരി ഹുജ്റത്തു ശരീഫയിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖബറിന് മുകളിൽ മുഖമുരസിയിട്ട് അവിടെ ചുംബിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയ ആ മഹാപുരുഷൻ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്ക് വീടൊരുക്കിയ ആളാണ്. ഒരുപാട് കാലം ഖിദ്മത്ത് ചെയ്ത ആളാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ക്ഷണിക്കുന്നു, ഖാലിദ് ഇബ്നു സയ്യിദ് വീട്ടിൽ വരണം, അബൂ അയ്യൂബ് തങ്ങളെ വീട്ടിൽ വരണം, ഞാനൊരു പുതിയ വീട് പണി കഴിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ വന്ന് ഉദ്ഘാടനം ചെയ്യണം. ഇബ്നു അബ്ബാസ് തങ്ങൾ ഉണ്ടാക്കിയ വലിയ വീട്, ആ വീട് അബൂ അയ്യൂബുൽ അൻസാരി തങ്ങൾ വന്നിങ്ങനെ നോക്കി, ഇത് നല്ല വീടാണല്ലോ എന്ന് സന്തോഷം പറഞ്ഞു. ഇബ്നു അബ്ബാസ് തങ്ങൾ ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ബഹുമാനപ്പെട്ട അബൂ അയ്യൂബുൽ അൻസാരി തങ്ങൾ പറഞ്ഞു, ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് എന്താണ്, അല്ല ഷാറായോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്നാലേ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, ഈ വീട് ഞാൻ എനിക്കുണ്ടാക്കിയതല്ല, എന്റെ മക്കൾക്ക് ഉണ്ടാക്കിയതല്ല, പുതിയാപ്പിളമാർക്ക് കൊടുക്കാൻ ഉണ്ടാക്കിയതല്ല, ഈ വീട് നിങ്ങൾക്ക് തരാനുണ്ടാക്കിയതാണ്. ഇത് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമാവും, ഇത് സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് ഞാൻ പറഞ്ഞു വിടൂല. ഇന്നക മുദീഖു റസൂലില്ലാഹ്, നബിതങ്ങൾക്ക് വീട് കൊടുത്ത നിങ്ങൾക്കൊരു വീട് തരണമെന്ന് ഞാൻ പണ്ടേ ആഗ്രഹിച്ചതാണ്. നബിതങ്ങൾ നിങ്ങളെ വീട്ടിലല്ലേ താമസിച്ചത്, അല്ലാഹുവിന്റെ റസൂലിന്റെ തീരുമാനം, അതോടൊപ്പം റബ്ബിന്റെ തീരുമാനം. മദീനത്ത് റസൂലുള്ള വന്ന ദിവസം മുഴുവൻ സഹാബത്തും പിടിവലി, എന്റെ വീട്ടിൽ കൂടണം. അന്ന് റസൂലുള്ള പറഞ്ഞു, ദഊഹാ ഫഇന്നഹാ മുൽഹമ, എന്റെ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചു വലിക്കല്ല, എന്റെ ഒട്ടകം പോകുന്ന വഴിയിൽ പോകും, ആ ഒട്ടകത്തിന് അല്ലാഹുവിന്റെ ഇൽഹാമുണ്ട്. മദീനത്ത് വന്നപ്പോ ആദ്യം പറഞ്ഞ വാക്കാണ്, എന്റെ ഒട്ടകം പോലും സാദാ ഒട്ടകമല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി. യാ നിസാഅൻ നബിയ്യി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാഇ, ഖുർആൻ പറയാണ്, ഓ നബി ഭാര്യമാരെ, നിങ്ങൾ സാദാ പെണ്ണുങ്ങളല്ല. റസൂലുള്ളാഹിന്റെ ഭാര്യ സാദാ പെണ്ണല്ലല്ലോ, റസൂലുള്ളാഹിന്റെ വീട് സാദാ വീടല്ലല്ലോ, റസൂലുള്ളാഹി തങ്ങളുടെ ചെരുപ്പ് സാദാ ചെരുപ്പല്ലല്ലോ, റസൂലുള്ളാഹിന്റെ ഒട്ടകം സാദാ ഒട്ടകമല്ലല്ലോ. മദീനയിൽ വന്ന് ആദ്യത്തെ ദിവസം പറയുന്നത്, ദഊഹാ, എന്റെ ഒട്ടകത്തിന്റെ കയറൊന്നും പിടിച്ചു വലിക്കണ്ട, ഫഇന്നഹാ മുൽഹമാ, ഈ ഒട്ടകത്തിന് ഇൽഹാം ലഭിക്കുന്നുണ്ട്, ആ ഒട്ടകം പോകുന്ന വഴിയിൽ അതങ്ങ് പോകും. അല്ലാഹുവിന്റെ ഹബീബ് പിന്നില്, ഒട്ടകം മുന്നില്. പിന്നെ എവിടെയാണുള്ളത് സ്വഹാബിമാർ മുഴുക്കയും, അവരെല്ലാവരും കൂടി ആ ഒട്ടകത്തിന്റെ പിന്നാലെ. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. മദീനയിൽ ഒരു പ്രകടനം, ആ പ്രകടനത്തിന്റെ മുന്നിൽ മുഹമ്മദ് മുസ്തഫ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ടോപ്പ് സഹാബിമാർ, മുന്നിലൊരൊട്ടകം. ആ ഒട്ടകത്തിന് ഇൽഹാം കിട്ടുന്നുണ്ട്. ആദ്യം മദീനയിൽ വന്നു പറഞ്ഞ വാക്കതാണല്ലോ, സഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞല്ലോ. ആ ഒട്ടകം അവസാനം മദീനയുടെ ഊടുവഴികളിലൂടെ, വീട്ടുമുറ്റങ്ങളിലൂടെ അബൂ അയ്യൂബുൽ അൻസാരി തങ്ങളെ വീട്ടിൽ മുട്ടുകുത്തി. അവിടെ നബി തങ്ങളങ്ങ് താമസിച്ചു. മുദീഫു റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ ആതിഥേയനാണ്. ആ മഹാനായ സഹാബിയെ പറ്റി ഇബ്നു അബ്ബാസ് ഒരു തീരുമാനമെടുത്തതാണ്, നിങ്ങൾക്കൊരു വീട് തരണമെന്ന് എനിക്കൊരു വല്ലാത്ത പൂതി. സേട്ടു സാഹിബിന് കാറ് വാങ്ങിക്കൊടുത്തവരില്ലേ, അതവരുടെ സ്നേഹം കൊണ്ടല്ലേ. കണ്ണിയത്ത് ഉസ്താദിന് കാറ് വാങ്ങിക്കൊടുത്തവരില്ലേ, സ്നേഹം കൊണ്ടല്ലേ. കൊട്ടുമല ഉസ്താദിന് കാറ് വാങ്ങിക്കൊടുത്ത നല്ല മനുഷ്യരില്ലേ, സ്നേഹം കൊണ്ടല്ലേ. സുഹൃത്തെ, സഹോദരാ,
മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വീട് കൊടുത്ത ഖാലിദ് ഇബ്നു സൈദ് എന്ന അബൂ അയ്യൂബുൽ അൻസാരി എന്ന സ്വഹാബിക്ക് ഒരു വീട് തരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ഖുർആൻ തെളിവുണ്ടോ? ഹദീസ് തെളിവുണ്ടോ? എത്ര ചോദ്യമാണ് കാത്തു നിൽക്കുന്നത്. മുസ്ലിമേ, സ്നേഹം എന്താണെന്നറിയാമോ? ഇഷ്ടം എന്താണെന്ന് തിരിയുമോ? തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ന്യായം പറഞ്ഞ് തോൽപ്പിക്കുന്ന വാശി മുസ്ലിമിന് ചേരുമോ? സ്വലാത്ത് ചൊല്ലുന്ന മദ്രസ വിദ്യാർത്ഥിയോട് അതിന് തെളിവുണ്ടോ ഇതിന് തെളിവുണ്ടോ എന്നൊക്കെ ചോദിച്ച് സ്വയം വിദേശീലാളിതരാകുന്ന ചില ചാതു ചെറുപ്പക്കാർ അവരൊന്നും വിവരം ഉൾക്കൊള്ളുമോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ടാക്കി കൊടുത്ത വീട് ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ വീട് സ്വീകരിച്ചു എന്ന് പറഞ്ഞാലല്ലാതെ ഞാൻ ഇവിടുന്ന് നിങ്ങളെ പുറത്തേക്ക് ഇറക്കൂല. ഇത് നിങ്ങൾക്കുണ്ടാക്കി വെച്ചതാണ്. ആ വീട് സ്വീകരിച്ച സയ്യിദുനാ ബഹുമാനപ്പെട്ട അബൂ അയ്യൂബിൽ അൻസാരി ഞങ്ങൾക്ക് ആ മഹബ്ബത്ത് ഖൽബിൽ നിറച്ചു തരണേ അല്ലാഹ്. ആ വരികൾ കേൾക്കാനുള്ള ഈമാൻ തരണേ റബ്ബേ. അത് ആവർത്തിക്കാനുള്ള തൗഫീഖ് തരണേ റബ്ബേ. അവിടുത്തെ ഹബീബ് ഞങ്ങളുടെയും കൂടി ഹബീബാക്കി തരണേ അല്ലാഹ്. ക്രിസ്തുവർഷം 632 ജൂൺ മാസം 8-ാം തീയതി സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിട പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട അമ്മായി സഫിയ്യത്ത് ബിൻത് അബ്ദുൽ മുത്തലിബ് ഓടി വന്നു. ആ മഹദി ചൊല്ലുന്ന ബൈത്ത് എന്താണ്? അലാ യാ റസൂലല്ലാഹി كنت رجاءنا وكنت بنا برا ولم تك جافيا. നബിതങ്ങളെ നേരിട്ട് പേർ വിളിച്ച് അല്ലാഹുവിന്റെ ഹബീബിനോട് സങ്കടം പറയുന്ന സയ്യിദത്തുനാ അമ്മത്തു റസൂലില്ലാഹ് സഫിയ്യത്ത് ബിൻത് അബ്ദുൽ മുത്തലിബ്, ആ മഹദിയുടെ മഹത്വം കൊണ്ട് ഞങ്ങളെ ഉമ്മമാർക്ക് നീ ജഹന്നമിൽ നിന്ന് കാവൽ നൽകണേ അല്ലാഹ്. ബിദ്അത്തിൽ നിന്ന് കാവൽ നൽകണേ അല്ലാഹ്. സിനയിൽ നിന്ന് കാവൽ നൽകണേ അല്ലാഹ്. വലാലത്തിൽ നിന്ന് കാവൽ നൽകണേ അല്ലാഹ്. കണ്ടാൽ നബിതങ്ങൾ തന്നെ. ഒരു സ്വഹാബിയുണ്ട്, പേര് അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ്, ഒരളാപ്പാന്റെ മോനാണ്. കണ്ടാൽ നബിതങ്ങൾ തന്നെ. ഒരു പെണ്ണുണ്ട്, ഫാത്തിമത്തു സഹ്റാ. നബിതങ്ങളുടെ അതേ കളറാണ്, അതേ വലുപ്പമാണ്, അതേ ഉയരമാണ്, അതേ നിറമാണ്. ഒന്നാണും ഒന്ന് പെണ്ണും അതേ വ്യത്യാസമുള്ളൂ. ഒന്ന് വാപ്പയും ഒന്ന് മോളും അതേ വ്യത്യാസമുള്ളൂ. ഫാത്തിമത്തു സഹ്റാ കണ്ടാൽ നബിതങ്ങൾ തന്നെ. ആ പെണ്ണിന്റെ വരാന്തയിൽ വന്നിട്ട് നബിതങ്ങളെപ്പോലെ തന്നെ തോന്നിക്കുന്ന സഹാബി വര്യൻ സയ്യിദുനാ അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് പാടുന്ന വരികൾ എന്താണ്? വഖബ്റു അബീക സയ്യിദു കുല്ലി ഖബ്രി വഖബ്റു അബീകി സയ്യിദു കുല്ലി ഖബ്രി വഫീഹി സയ്യിദുൻ നാസി റസൂലു. ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ ഉൾക്കൊള്ളുന്ന ഖബർ സാദാ ഖബറല്ലല്ലോ, ലോകത്തെ ഏറ്റവും ഷറഫുറ്റ ഖബറാണല്ലോ. ലോകത്തത്രയും ഷറഫുള്ള ഖബർ വേറെയില്ലല്ലോ. അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് അങ്ങനെ പാട്ടുപാടിയപ്പോ അകത്ത് വിങ്ങിപ്പൊട്ടിയ ഫാത്തിമത്തു സഹ്റായിനെ ഖുബൂരിയത്തെന്ന് വിളിക്കാൻ, ഓ സഹോദരാ, ഈ നൂറ്റാണ്ടിൽ ഏതെങ്കിലും ഒരു ഉശാന്താടിക്ക് സാധിക്കുമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ബരീഉം മിൻഹും, ഇക്കൂട്ടരിൽ നിന്ന് 100% റസൂലുള്ള ഒഴിവാണ് കേട്ടോ.
وقبر أبيك سيد كل قبر وفيه سيد الناس الرسول. ഒരു വരിയെ ഞാൻ പഠിച്ചുള്ളൂ, അതൊരുപാട് വരികളാണ്, ഖബറിനെ വർണ്ണിച്ചു പാടുന്ന വരികളാണ്. അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് അളാപ്പാന്റെ മോനാണ്, കണ്ട അതേ നിറമാണ്, അതേ സ്വഭാവമാണ്. ആ മഹാസഹാബി ആ വരാന്തയിൽ വന്ന് പാടിയ പാട്ട് മൂപ്പരെ ഖുബൂരി എന്ന് വിളിക്കാൻ ലോകത്ത് ആർക്കാണടാ അല്ല സമ്മതം തന്നത്? ആർക്കാണടാ ഈമാൻ അനുവാദം തന്നത്? ഇല്ല ഇല്ല. إذا أحببت رجلا فأخبره أنك تحبه. നിങ്ങളൊരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹം സലാം പറഞ്ഞുകൊണ്ട്, സൽക്കാരം നൽകിക്കൊണ്ട്, പുഞ്ചിരിച്ചുകൊണ്ട്, സമ്മാനങ്ങൾ നൽകിക്കൊണ്ട്, പരസ്പരം സന്ദർശിച്ചുകൊണ്ടൊക്കെ ആ സ്നേഹം പ്രകടിപ്പിക്കണേ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ സമ്മാനമാണ്, സന്ദർശനമാണ്, സ്നേഹമാണ്, പുഞ്ചിരിയാണ്, മഹബ്ബത്ത്. ഞങ്ങൾക്ക് മദീനയിൽ ചെല്ലാൻ തൗഫീഖ് തരണേ അല്ലാഹ്. സ്വലാത്ത് ചൊല്ലാൻ തൗഫീഖ് തരണേ അല്ലാഹ്. അങ്ങോട്ട് ഹദിയ കൊടുത്തയച്ചാൽ ഇങ്ങോട്ടും ഹദിയ കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങോട്ട് മഹബ്ബത്ത് കൊടുത്തയച്ചാൽ ഇങ്ങോട്ടും മഹബ്ബത്ത് കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഞങ്ങളങ്ങോട്ട് ഹദിയ കൊടുത്തയക്കുന്ന 500 സ്വലാത്ത്, ഞങ്ങളങ്ങോട്ട് ഹദിയ കൊടുത്തയക്കുന്ന പരിശുദ്ധ ഖുർആന്റെ സമ്പൂർണമായ ഒരു ഖത്മ്, ഞങ്ങളങ്ങോട്ട് ഹദിയ കൊടുത്തയക്കുന്നു എന്നും ഒരു 3 ഫാത്തിഹ, ഞങ്ങളങ്ങോട്ട് കൊടുത്തയക്കുന്നു എന്നും രാത്രിയിൽ ഒരു യാസീൻ. ഹദിയ കൊടുത്തയക്കുന്നവർക്ക് മഹബ്ബത്ത് കിട്ടുമെന്ന് നിന്റെ ഹബീബ് പറഞ്ഞതാണല്ലോ. ഞങ്ങളെ ഹദിയ സ്വീകരിക്കണേ അല്ലാഹ്, മദീനയിൽ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ആ മഹബ്ബത്ത് കൊണ്ട് ഞങ്ങളെ നീ അഭിഷേകം ചെയ്യണേ അല്ലാഹ്. എന്റെ ഉമ്മത്ത് മുഴുവൻ സ്വർഗത്തിൽ കടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. സഹാബത്ത് തക്ബീർ ചൊല്ലിയ പ്രസ്താവനയാണത്. അല്ലാഹുവിന്റെ റസൂൽ കൂടെ പറഞ്ഞു, ഇല്ലാമൻ അബാ, വിസമ്മതിച്ചവർ ഒഴികെ. കയറിട്ട് കെട്ടിവലിച്ചാലും സ്വലാത്തിന് വരാത്തവരുണ്ട്, കയറിട്ട് കെട്ടിവലിച്ചാലും മഹബ്ബത്ത് കാണിക്കാത്തവരുണ്ട്, കയറിട്ട് കെട്ടിവലിച്ചാലും എത്ര ഉപദേശിച്ചാലും കൂട്ടാക്കാത്തവരുണ്ട്. എന്റെ ഉമ്മത്ത് മുഴുവനും സ്വർഗത്തിലാണ്. വിസമ്മതിച്ചവരൊഴികെ അല്ലാഹ്. ആ വിസമ്മതിച്ചവരിൽ ഞങ്ങളാരെയും ആക്കല്ലേ പടച്ചവനെ, ഞങ്ങളെ മക്കളാക്കല്ലേ പടച്ചവനെ, ഞങ്ങളെ നാട്ടുകാരാക്കല്ലേ തമ്പുരാനെ. ഖിയാമത്ത് നാൾ വരെ ഞങ്ങളെ ചോരയിൽ അത്തരമൊരു ധിക്കാരിയെയും നീ തരല്ലേ അല്ലാഹ്. തെറ്റിദ്ധരിച്ചാരെങ്കിലുമൊക്കെ ഞങ്ങളെ സമൂഹത്തിലുണ്ടെങ്കിൽ നീ അവരെ ഹൃദയത്തിൽ കിബിറുമാറ്റിയിട്ടു നിന്റെ ഹബീബിന്റെ സ്നേഹമെന്ന് നട്ടുപിടിപ്പിക്കണേ അല്ലാഹ്. നാളെ സാദിഖ് ഉസ്താദിന്റെ പ്രഭാഷണം, കുറ്റമ്പാറ ഉസ്താദിന്റെ പ്രഭാഷണം, ഒടുവിൽ സമാപന പ്രാർത്ഥന ഗംഭീരമാക്കണം. എല്ലാവരും സഹകരിക്കണം എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. നല്ല സദസ്സ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. പെരുവള്ളൂർ നജാത്തിന്റെ പ്രിൻസിപ്പൽ, എന്റെ പ്രിയപ്പെട്ട ശരീഖ് പന്മള ഉസ്താദ്, ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ പ്രിയപ്പെട്ട സ്നേഹത്തിന്റെ ഭാഷയിൽ അവിടുന്ന് വിളിക്കുന്ന കുട്ടി, ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഹസനി, അദ്ദേഹം വഫാത്തായി. എനിക്ക് അദ്ദേഹത്തെ കുറച്ചുകാലം അറിയാം, ഒന്നിച്ചു പഠിച്ചിട്ടുണ്ട്. വിവാഹം ചെയ്തത് അടുത്തടുത്ത വീടുകളിൽ നിന്നാണ് ഞാനും അദ്ദേഹം. അദ്ദേഹം നിക്കാഹ് ചെയ്തതോടുകൂടി ഭാര്യാപിതാവ് മരിച്ചു. പിന്നെ ആ കുടുംബത്തിലെ 5 പെൺമക്കളെയും മൂപ്പര് തന്നെയാണ് കാര്യമായി ശ്രദ്ധിച്ചതും 4 പേരെ വിവാഹം ചെയ്ത് അയച്ചത്. ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ 5 യതീം കുട്ടികൾ. അല്ലാഹ് നീ അവർക്ക് തുണയാകണേ അല്ലാഹ്. നീ ആ കുടുംബത്തിന്റെ കണ്ണീരിന് പരിഹാരം കൊടുക്കണേ അല്ലാഹ്. നീ അവർക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കേട്ടി ഉസ്താദ് ഈ വിഷയത്തിന് എന്നെ തേടി എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്.
അദ്ദേഹം വലിയ ആലിമായിരുന്നു, നല്ല പ്രഭാഷകനായിരുന്നു. ഒരു മൗലിദിന്റെ സദസ്സിന് ദുആ ചെയ്യുന്നതോടൊപ്പം ആ ശബ്ദം അങ്ങ് നിലച്ചുപോയതാണ്. ബഹുമാനപ്പെട്ട കെട്ടി ഉസ്താദ്, നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, നീ അവിടത്തേക്ക് ദറജയേറ്റി കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് ആലിമീങ്ങൾ ഞങ്ങളോട് പാതിരാ കഴിഞ്ഞും ഇൽമു പറഞ്ഞവർ, വഅദ് പറഞ്ഞവർ മരിച്ചു പിരിഞ്ഞുപോയി. നീ അവർക്ക് ദറജയേറ്റി കൊടുക്കണേ അല്ലാഹ്. ഇഷ്ഖിന്റെ തേന്മഴയുമായി ഞങ്ങൾക്കൊപ്പം ഒരാൾ പെരുമഴ പോലെ കറാമത്ത് കാണിച്ചിട്ടും സാധാരണക്കാരനായി ജീവിച്ച് ഒരു പ്രവർത്തകന്റെ എല്ലാ ഗുണങ്ങളും കാണിച്ച തികഞ്ഞ പണ്ഡിതനായി സമൂഹത്തിന് തണൽ നൽകിയ ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദ് മരിച്ചു പിരിഞ്ഞത് ഇതുപോലൊരു സമയത്താണല്ലോ. അല്ലാഹ് ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ആ മഹാനുഭാവൻ എഴുതി പിടിപ്പിച്ച വരികളെത്ര സമ്പന്നമാണ്. ആ വരികളൊക്കെ പഠിപ്പിച്ച മഹാനായ തിരൂരങ്ങാടി ബാപ്പു ഉസ്താദ് എത്ര വലിയ മേൽവിലാസമുള്ള പ്രതിഭാധനനാണ്. ബാപ്പു ഉസ്താദിന് നീ ദറജയേറ്റി കൊടുക്കണേ പടച്ചവനെ. ആ മഹത്തുക്കളൊക്കെ സ്വർഗലോകത്ത് ചെല്ലുമ്പോ അവരെയൊക്കെ മുസാഫഹത്ത് ചെയ്യാൻ ഞങ്ങളെ കൂടി നീ അവിടെയൊക്കെ എത്തിച്ചു തരണേ പടച്ചവനെ. ആ മഹത്തുക്കളൊക്കെ ഞങ്ങളോട് എപ്പോഴും പറഞ്ഞു തന്നത് ദീനിന്റെ മഹത്വമാണ്. പരിശുദ്ധ ദീനിന് ഖിദ്മത്തെടുക്കുന്ന ഖാദിമീങ്ങളെ മഹത്വമാണ്. മണലിപ്പുഴയിലെ അലി മുസ്ലിയാരോട് കൊണ്ടൂർ ഉസ്താദ് പറഞ്ഞു, അലി, എന്റെ കയ്യിൽ ഒത്തുമില്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ കയ്യിൽ ഒരു സമ്പാദ്യവുമില്ല. ഞാൻ വലിയ ആളാന്ന് അലി നീയൊക്കെ കരുതുന്നുണ്ടാകും. എനിക്കൊരു വലുപ്പമുണ്ട്. ആള് തങ്ങളുടെ കാല് ഞാൻ എത്രയോ തവണ തടകി കൊടുത്തിട്ടുണ്ട്. ഇതാണ് അള്ളാഹു എനിക്ക് തന്നൊരു വലിയ ഭാഗ്യമെന്ന് ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദ് പറയുമ്പോ ഓർമ്മകളിൽ നിന്ന് അതെടുത്തു പറയുന്ന അലി മുസ്ലിയാര് കരയുന്നു. അലിമീങ്ങളെ ബഹുമാനിക്കാൻ, സദാത്തുക്കളെ ബഹുമാനിക്കാൻ അറിയുന്നവരാരാണ്? ഞങ്ങൾക്ക് നീ അലിമീങ്ങളെമ്പാടും കാണിച്ചു തരണേ പടച്ചവനെ. അവരുടെ ദുആയും പൊരുത്തവും സന്തോഷവും അവരുടെ സമ്മാനങ്ങളും അവരുടെ ദുആവും ആശീർവാദങ്ങളും ഞങ്ങൾക്ക് എന്നും തരണേ പടച്ചവനെ. 40 കൊല്ലം മുമ്പ് ഒരു ദിവസം ഒരാള് പത്രം വായിക്കുന്നത് ഞാൻ കേട്ടു. ചാപ്പരങ്ങാടി ബാപ്പ മുസ്ലിയാര് മരിച്ചു എന്നാണ് അയാള് പത്രം വായിക്കുന്നത്. 40 കൊല്ലം മുമ്പാണ് ബാപ്പ ഉസ്താദ് മരിച്ചത് ചാപ്പരങ്ങാടി. ആ ചാപ്പരങ്ങാടി ബാപ്പ മുസ്ലിയാര് SYSന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. സുബ്ഹാനല്ലാഹ്. ആ പ്രസിഡന്റിന്റെ സെക്രട്ടറി അന്നും ഇന്നും സജീവമാണ്. ശൈഖുനാ കാന്തപുരം ഉസ്താദ്, അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. എത്ര പ്രസിഡന്റുമാരി മരിച്ചുപോയി. ഈ ജനറൽ സെക്രട്ടറി എത്രമാത്രം പ്രസിഡന്റുമാരോടൊപ്പം ഏറ്റവും മുന്നിൽ നിന്ന് പരിശുദ്ധ ദീനിനെ നയിച്ചു. സുഹൃത്തുക്കളെ, മരിച്ചു പിരിഞ്ഞുപോയ സകല പ്രസിഡന്റുമാരും ബഹുമാനപ്പെട്ട EK ഹസൻ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ അഹ്ദൽ അവേലത്ത്, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട സയ്യിദ് ഫضൽ ശിഹാബ് തങ്ങൾ, മൗലാന അബ്ദുൽ ഹഫീദ് ജുനൈദി, ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാള് തങ്ങൾ, ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ MA ഉസ്താദ്, അവരൊക്കെ മരിച്ചുപോയി. അല്ലാഹ് ദറജയേറ്റി കൊടുക്കണേ പടച്ചവനെ. അവശേഷിക്കുന്ന കുറച്ച് അലിമീങ്ങൾ ഫൈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് ഉൾപ്പെടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ ദീർഘായുസ് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. സഹോദരിമാരുണ്ട്, 5 മിനിറ്റ് അവിടെ തന്നെ ഇരിക്കാം. പുരുഷന്മാരൊന്ന് എഴുന്നേറ്റിട്ട് 2.5 മണിക്കൂർ 3 മണിക്കൂറായി എല്ലാവരും ഇരിക്കുന്ന അടുത്തേക്ക് വരാം. ഒരു നുൽമുല്ല, പേടിക്കണ്ട. ഒരു നുൽമും എന്റെ അജണ്ടയിലില്ല. സന്തോഷമായിട്ട് വരാം. സ്വലാത്തു ചൊല്ല്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം,
صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. Something else? الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. ഞങ്ങളുടെ ഈ സദസ്സ് കബൂലാക്കണേ അല്ലാഹ്. ഒരുപാട് ഇൽമ ഇനിയും ഞങ്ങൾക്ക് ഏറ്റിത്തരണേ റബ്ബേ. ആഫിയത്ത് ഏറ്റിത്തരണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ റബ്ബേ. ആഖിറത്ത് റാഹത്താക്കണേ അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. മന്ദബുദ്ധികളാക്കല്ല അല്ലാഹ്. മനോരോഗികളാക്കല്ല അല്ലാഹ്. മാറാരോഗികളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഖബറിലും വേട്ടയാടുന്ന ദുഷ്ടന്മാരാക്കല്ലേ പടച്ചവനെ. ബിദ്അത്തുകാരാക്കല്ലേ റബ്ബേ. ദുനിയാവിന്റെ കോമാളികളാക്കല്ല റബ്ബേ. ആ മക്കൾക്ക് ഞങ്ങളെക്കാളേറെ സ്വലാഹും മിടുക്കും നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് രണ്ടു ലോകത്തും ഉപകാരം തരുന്നവരാക്കണേ അല്ലാഹ്. ആ മക്കള് ഞങ്ങൾക്ക് ഖബറിൽ ഉപകാരം തരുന്നവരാക്കണേ റബ്ബേ. ദിക്ർ, ദുആ, സ്വലാത്ത്, ഖത്മ, തഹ്ലീൽ, അശ്റഖ, ബുർദ, യാസീൻ, മൗലിദ്, ഫാത്തിഹ അവരിൽ നിന്ന് ഞങ്ങൾക്കെന്നും ഖബറിൽ നീ എത്തിച്ചു തരണേ റബ്ബേ. ഞങ്ങളെ സങ്കടങ്ങൾ തീർക്കണേ അല്ലാഹ്. അപകടങ്ങൾ ഒഴിവാക്കണേ റബ്ബേ. സംശയങ്ങൾ മാറ്റിത്തരണേ റബ്ബേ. കടങ്ങൾ വീട്ടിത്തരണേ അല്ലാഹ്. മറന്നതും നീ ഓർമ്മിപ്പിച്ചു തരണേ റബ്ബേ. കിട്ടാനുള്ളതൊക്കെ ഞങ്ങളെ കരങ്ങളിൽ എത്തിച്ചു തരണേ റബ്ബേ. കൊടുക്കാനുള്ളത് വീട്ടാൻ നീ ഒന്ന് കൂടിത്തരണേ അല്ലാഹ്. നീ വീട്ടിത്തരണേ അല്ലാഹ്. മറ്റൊരുത്തന്റെ മുന്നിൽ പോയി വാദിച്ചു ഓച്ചാനിച്ചു നിൽക്കുന്നൊരവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ പടച്ചവനെ. മയ്യത്തും മുന്നിൽ വെച്ച് മക്കള് മാലോകരോട് മാപ്പ് പറയുന്നൊരവസ്ഥ മസ്ജിദിനകത്ത് മയ്യത്ത് നിസ്കരിക്കുമ്പോ ഞങ്ങൾക്കാർക്കും നീ വരുത്തല്ല അല്ലാഹ്. ഞങ്ങൾക്കെന്നും ഖബറിൽ സന്തോഷം തരണേ റബ്ബേ. അതിനുവേണ്ടി നേരത്തെ ഒന്ന് ആലോചിച്ച് നന്നാകാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണം അല്ലാഹ്. ഈ നാട് എത്രയോ ആലിമീങ്ങളെ പെറ്റുപോറ്റിയ നാടാണ്. ഇനിയും ആലിമീങ്ങളെ വളർത്തിത്തരണേ റബ്ബേ. സ്വാലിഹീങ്ങളെ നൊന്ത് പ്രസവിച്ച നാടാണ്. ഇനിയും സ്വാലിഹീങ്ങളെ വളർത്തിത്തരണേ റബ്ബേ. എത്രയോ സ്വാലിഹീങ്ങൾ വഴി നടന്ന ഈ നാട്ടിന്റെ വിശാലമായ പാതയോരങ്ങളിലൂടെ ഊടുവഴികളിലൂടെ ഇനിയും സ്വാലിഹീങ്ങളെ നീ വഴി നടത്തണേ അല്ലാഹ്. നേതാക്കളില്ലാതെ ഞങ്ങളാക്കല്ലേ റബ്ബേ. ഇടയനില്ലാത്ത ആട്ടിൻപറ്റമാക്കല്ലേ പടച്ചവനെ. നേതാക്കളില്ലാത്തൊരവസ്ഥ തരല്ലേ റബ്ബേ. മേക്കാൻ ആളില്ലാത്തൊരവസ്ഥ വരുത്തല്ലേ പടച്ചവനെ. നാഥനില്ലാപ്പട നായിപ്പടയാൻ ആ മേൽവിലാസം ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. ഞങ്ങൾ വലിയ 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 അലിമീങ്ങളെ കണ്ടിട്ടുണ്ട്. ഇനിയും കാണിച്ചു തരണേ പടച്ചവനെ. ഔലിയാക്കളെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്കിനിയും കാണിച്ചു തരണേ പടച്ചവനെ. അവശേഷിക്കുന്ന കുറച്ച് അലിമീങ്ങളും കൂടി നീ അവരെ പെട്ടെന്ന് പിടിച്ചു വലിച്ചാൽ ഞങ്ങൾ പാപ്പരായി പോകും. പാപ്പരാക്കല്ലേ റബ്ബേ. അവരെ ദീർഘായുസ്സുകൊണ്ട് നിങ്ങളെ സമൂഹത്തിന് വെളിച്ചം തരണേ റബ്ബേ. നിങ്ങളെ സന്തതികൾക്ക് കൂടി ആ തണലുകൾ നീട്ടിത്തരണേ പടച്ചവനെ. ഞങ്ങൾക്ക് പരിശുദ്ധ ദീനിന്റെ ഖാദിമീങ്ങളെന്ന് പലരും പേര് പറയാറുണ്ട്. ഞങ്ങളെ ഖൽബ് നിനക്കറിയാം. നന്നാക്കി തരണേ റബ്ബേ. സകല ദുർമോഹങ്ങളും മാറ്റിത്തരണേ റബ്ബേ. ഞങ്ങളുടെ ഹൃദയവികാരങ്ങളും ചാബല്യങ്ങളും അറിയുന്ന അല്ലാഹ് നന്നാക്കി തരണേ റബ്ബേ. ഒന്നാക്കി തരണേ റബ്ബേ. ഗൈബത്ത്, നമീമത്ത്, ഫിത്ന, ഫുജൂർ, തമ്മാടിത്തവുമായി അങ്ങുമിങ്ങും തെറി വിളിച്ച് ദീനു കലങ്ങിപ്പോകുന്നൊരവസ്ഥ ഞങ്ങളെ നാട്ടിൽ വരുത്തല്ലേ പടച്ചവനെ. ഞങ്ങളെ നാട്ടിൽ ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടതൊക്കെ നീ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ വെറുക്കുന്നവരുണ്ട്. അവരെ ഖൽബ് നന്നാക്കി കൊടുക്കണേ റബ്ബേ. നീ അതുദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അവരെ ശർറിൽ നിന്ന് ഞങ്ങളെയും ഈ സാധു സമൂഹത്തെയും നീ കാക്കണേ അല്ലാഹ്. പള്ളിമുറ്റങ്ങളിൽ ഉറങ്ങുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ നീ അവർക്ക് നിന്റെ പൊരുത്തം കൊടുക്കണേ റബ്ബേ. അവരെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ റബ്ബേ. ഞങ്ങൾക്ക് ഈ റബീഉ അവസാനത്തതാക്കല്ല അല്ലാഹ്. ഇനിയും ഒരുപാട് ഈദ്, മീലാദ്, റബീഉ, മീലാദ്, ജീലാനി ദിനങ്ങൾ ഞങ്ങൾക്ക് തരണേ റബ്ബേ.
ഇൽമു തഖ്വ ആഫിയത്ത് സലാമത്തോടെ ദീർഘായുസ് തരണേ അല്ലാഹ്. കള്ളുകുടിക്കാൻ പൂതിയില്ല, നീ കാക്കണേ റബ്ബേ. ഞങ്ങളെ മക്കളെയും കാക്കണേ റബ്ബേ. വ്യഭിചരിക്കാൻ ആഗ്രഹമില്ല, ഞങ്ങളെയും പൊന്നുമക്കളെയും കാക്കണേ റബ്ബേ. ഒരൊറ്റ വഖത്ത് നിസ്കാരം ഞങ്ങൾക്ക് മിസ്സാക്കല്ല അല്ലാഹ്. ഒരിത്തിരി പോലും ഞങ്ങൾക്ക് എവിടെയും ഖളാ ആക്കല്ല റബ്ബേ. നിന്റെ ഹബീബിന് നീ കൊടുത്ത വലിയ സമ്മാനം പരിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് ഓതാനും പ്രിയം വെക്കാനും നീ തൗഫീഖ് തരണേ പടച്ചവനെ. ഏറ്റവും വലുത് ആഫിയത്താണ്, മൂലലാക്കല്ല റബ്ബേ, മാനം കെടുത്തല്ല അല്ലാഹ്. ആശുപത്രിയുടെ തടവുകാരാക്കല്ല റബ്ബേ, സഞ്ചരിക്കുന്ന ഹോസ്പിറ്റലാക്കല്ല റബ്ബേ, പരീക്ഷണത്തിന്റെ ഗിനിപ്പന്നികളാക്കല്ല അല്ലാഹ്. ക്യാൻസർ തരല്ല അല്ലാഹ്, ട്യൂമർ തരല്ല അല്ലാഹ്, ഡയാലിസിസിന് ഇരയാക്കല്ല റബ്ബേ, പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കല്ല അല്ലാഹ്. മോർച്ചറിയിലേക്ക് ഞങ്ങളാരെയും കെട്ടി വലിക്കല്ല റബ്ബേ, റോഡിന്റെ നടുവിൽ തള്ളിയിടല്ല അല്ലാഹ്. കെട്ടിടം മുടിഞ്ഞിട്ട് അതിന്റെ ഉള്ളിലാക്കല്ല അല്ലാഹ്. മരുഭൂമിയിൽ ആരോരുമില്ലാത്തയിടത്ത് ഞങ്ങളെയോ ഞങ്ങളെ പ്രവാസി സഹോദരങ്ങളെയോ ആരെയും നീ ഒറ്റക്കാക്കല്ലേ പടച്ചവനെ. ഞങ്ങൾക്ക് നിന്റെ ഹറമിൽ ഇടം തരണേ അല്ലാഹ്. ഇല്ലെങ്കിൽ ഞങ്ങളെ വീട്ടിന്റെ മുൻവാതിൽക്കൽ റാഹത്തോടെ വന്നു കിടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ പടച്ചവനെ. ഏറ്റവും വലുത് ആഫിയത്താണ്, എത്തിത്തരണേ അല്ലാഹ്. അതിലും വലുത് ഈമാനാണ്. ഞങ്ങൾക്ക് മൂമിനായി മരിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാഹ്. അവസാന നിമിഷം ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾ ഈ കൂടിയാണുവെന്ന് വലുത് ചെറുത് ഏതെങ്കിലും ഒന്നിന് നീ സൂലാഖിബത്ത് തീരുമാനിച്ചെങ്കിൽ തേച്ചു മായ്ച്ചു കളയണേ പടച്ചവനെ. സലാത്തിന്റെ മഹബത്തിന്റെ മഹത്വം കൊണ്ട് ഞങ്ങളെ മുഅ്മിനായി മരിക്കാൻ നീ അനുവദിക്കണേ അല്ലാഹ്. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. ഹസൻ കുട്ടി മുസ്ലിയാരും സീതാലി കുട്ടി സാഹിബ് ഉൾപ്പെടെ മരിച്ചു പിരിഞ്ഞവരൊക്കെ നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ സംഭാവനയും സാന്നിധ്യവും കൊണ്ട് അനുഗ്രഹിച്ചവർ ഓരോ മണിക്കൂറും മിനിറ്റും സെക്കൻഡും നിമിഷങ്ങളും സ്വർഗലോകത്ത് സന്തോഷം പങ്കിടാനുള്ള നിമിത്തങ്ങളായി നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുമ്മ റഹ്മത സയ്യിദിനാ മുഹമ്മദ്, اللهم اغفر لأمة سيدنا محمد، اللهم اصلح أمة سيدنا محمد، اللهم فرج عن أمة سيدنا محمد، وفقنا لكثرة الصلوات على حبيبك سيدنا محمد، وفقنا لأداء الصلوات في مسجد آثار حبيبك سيدنا محمد، وفقنا لأداء الصلوات في مسجد آثار حبيبك سيدنا محمد، وفقنا لأداء الصلوات في مسجد آثار حبيبك سيدنا محمد. يا أول الأولين، يا آخر الآخرين، يا أرحم الراحمين. വയ്യതിൽ ക്ഷമാപണം എല്ലാവരും ദ്വാരക്കണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.